വെച്ചിട്ടുണ്ട്. ഒരു 15 ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 സവോള, 3 തക്കാളി, ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി. നമ്മുടെ ഗരം മസാലയൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കാൻ ചെറിയൊരു ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് ഈ മസാലക്കൂട്ടെല്ലാം ഇട്ടിട്ട് നമുക്കത് ചൂടാക്കി എടുക്കാം. മസാലക്കൂട്ടുകളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വരം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കും. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഉരുളി ചൂടായിരിക്കുകയാണ്. ഉരുളിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. സവോള, ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മറ്റുള്ള ചേരുവകളെല്ലാം ചേർക്കാം. സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയും വെളുത്തുള്ളി, ഇഞ്ചി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നത് സവോളയ്ക്ക് മധുരം ഉള്ളതുകൊണ്ടാണ്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും ചെറിയ ഉള്ളി. കൂട്ടുകളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് വഴന്നപ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യും. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്വയർ കട്ടായിട്ട് ചെറുതാക്കി മുറിച്ചിരുന്ന സവോള ആയതുകൊണ്ട് പെട്ടെന്ന് അത് വഴന്ന് കിട്ടി. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇറച്ചി വേവിച്ചപ്പോൾ അതിൽ മഞ്ഞൾ ചേർത്തിരുന്നത് കൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾ ചേർത്താൽ മതിയാകും. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം തന്നെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുക. ആ സമയത്ത് ഇവിടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് തക്കാളി മസാലക്കൂട്ടെല്ലാം കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒത്തിരി ഇട്ട് ശക്തമായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. അതെല്ലാം മട്ടനൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ്. മട്ടൻ ആ കൂട്ടുകളിലെല്ലാം കിടന്ന് നന്നായിട്ടൊന്നുകൂടി ഒരു 10 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അതിനകത്ത് എല്ലാ സാധനങ്ങളും നന്നായിട്ട് എൻ്റെ മാംസത്തിൽ പിടിച്ചു. മട്ടനിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ കറി പാലപ്പത്തിനും ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം വളരെ നല്ലതാണ്. എൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. നമ്മുടെ നാടൻ തേങ്ങാപ്പാൽ ഒഴിച്ച മട്ടൻ കറി